إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. വിശുദ്ധമായ ഖുർആനിൽ നിരവധി അധ്യായങ്ങളിൽ പറയപ്പെട്ട ഒരു പ്രവാചകനാണ് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. സൂറത്തുൽ ബഖറയിൽ, അതുപോലെ തന്നെ സൂറത്ത് ആലി ഇംറാൻ, സൂറത്ത് നിസാ, സൂറത്ത് അൻആം, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂസുഫ്, സൂറത്ത് മറിയം, സൂറത്ത് അംബിയ, സൂറത്ത് അൻകബൂത്ത്, ഈ അധ്യായങ്ങളിലൊക്കെ പറയപ്പെട്ട പ്രവാചകനാണ് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ യാക്കൂബാവുന്നു. ഇബ്നു ഇസ്ഹാഖ് എന്നവരുടെ മകനാണ്. ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അവിടെ ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരനും ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുത്രനുമാകുന്നു. റഹല യാക്കൂബ് ബി അംബിഹി അബവൈഹി ഇലാ ഖാലിഹി ബി അർളി ഹറാൻ. തന്റെ മാതാപിതാക്കളുടെ വെച്ചുകൊണ്ട് അവര് തന്റെ മാതൃ സഹോദരനായ അവരിലേക്കാണ് അവര് യാത്ര പോയി എന്ന്. റഹല യാക്കൂബ് ബി അംബിഹി അബവൈഹി, തന്റെ മാതാപിതാക്കളുടെ അനുവാദ പ്രകാരം, കൽപ്പന പ്രകാരം, ഇലാ ഖാലിഹി ബി അർളി ഹറാൻ, ഹറാൻ എന്ന സ്ഥലത്തേക്ക്, തന്റെ മാതൃ സഹോദരന്റെ അടുത്തേക്ക് പോയി. വമകസ ഇൻദ ഖാലിഹി, തന്റെ ഖാലിന്റെ മാതൃ സഹോദരന്റെ അടുത്ത് താമസിച്ചു. ലാബാൻ ഇബ്നു യംബീൽ എന്നവരുടെ അവരടുത്താണ് താമസിക്കപ്പെട്ടത്. വതസവ്വജ മിൻ ബനാതിഹി റാഹീൽ, അദ്ദേഹത്തിന്റെ മകളായ റാഹീൽ എന്നവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. വകാനത്ത് അജ്മല ബിന്തൈഹി, ഏറ്റവും അവരുടെ സന്താനങ്ങൾ വെച്ച്, പെൺമക്കൾ വെച്ച് ഏറ്റവും സുന്ദരിയായിരുന്നു ഈ റാഹീല എന്നവൾ. എന്താണ് ഷർത്ത്? അവരുടെ മഹർ ബിശർത്തി അൻ യർഅ അലാ വനമിഹി 7 സിനീന, 7 വർഷം തന്റെ ആടുകളെ നോക്കണം എന്നുള്ള, ആടുകളെ മേയ്ക്കണം എന്നുള്ള ഉപാധിയോട് കൂടിയാണ് റാഹീല എന്നവളെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം കഴിച്ചത്. പിന്നെ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം കഴിച്ചു ഐലൻ വീണ്ടും ബിൻതഹുൽ കുബ്ര, വലിയ മകളെ. ഇസ്മുഹാ ലയ്യ, ലയ്യ എന്നാണ് അവളുടെ പേര്. അതുപോലെ തന്നെ മറ്റൊരു 7 വർഷം കൂടി എന്ത് ചെയ്യണം? ആടിനെ മേക്കണം എന്നുള്ള ഉപാധിയോടുകൂടി ആദ്യം പറഞ്ഞ റാഹീലയുടെ സഹോദരിയെയാണ് ലയ്യ എന്നവളെ വിവാഹം കഴിച്ചു. ആ കാലത്ത് അവരുടെ ശരീഅത്ത് ആക്ട് പ്രകാരം അവരുടെ അന്നത്തെ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ജ്യേഷ്ഠത്തിനെയും അനുജത്തിയെയും ഒരേ സമയത്ത് തന്നെ വിവാഹം കഴിക്കുക എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. ആ നിയമം അനുസരിച്ച് കൊണ്ടാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂത്ത സഹോദരിയായ ലയ്യ എന്നവളെ വിവാഹം ചെയ്തത് എന്നാണ്. അപ്പൊ നമ്മുടെ ശരീഅത്ത് പ്രകാരം എന്താണ്? അങ്ങനെ ഒരേ സമയത്ത് ജ്യേഷ്ഠത്തിനെയും അനുജത്തിയെയും വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പൊ എന്താണ്? ഒരു സഹോദരിയാണെങ്കിൽ അവർ മരണപ്പെട്ട ശേഷം മറ്റല്ലാതെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് നിയമം. എന്നാൽ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് നിയമപ്രകാരം ഒരേ സഹോദരിമാരെ ഒരേ സമയത്ത് വിവാഹം കഴിക്കൽ ജായിസായിരുന്നു എന്നാണ്. അവർക്ക് എന്താണ്? ഒരു ജാരിയത്തിനെ, അടിമകളെ ഹദിയയായിട്ട് കൊടുക്കുകയും ചെയ്തു.
ഇങ്ങനെ രണ്ടുപേരെ കൊടുത്തു. അവർ രണ്ടുപേരും ഇവിടെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 12 മക്കളുണ്ടായിരുന്നു എന്നാണ്. ഈ 12 മക്കളിൽ ഏറ്റവും പ്രശസ്തനായ മക്കളാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ സംഭവത്തെ ദീർഘമായ ഒരു സംഭവത്തിന്റെ ചുരുക്കമാണ് ഇവിടെ പറയപ്പെട്ടത്. غلاما من يعقوب عليه الصلاة والسلام فسمع الله دعاءها فحملت من يعقوب فولدت له غلاما عظيما شريفا حسنا جميلا سمته يوسف ثم حملت فولدت له غلاما سميته بنيامين كل ذلك في إقامته بحران. ഹറാൻ എന്ന സ്ഥലത്ത് താമസിക്കുന്ന കാലത്താണ് ഈ പറയപ്പെട്ട മക്കളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ മക്കളിൽ നിന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതീവ സുന്ദരനും ബുദ്ധിമാനുമായ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഗുലാമൻ അദീമൻ ശരീഫൻ, ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞതായ സുന്ദരനും സുമുഖനുമായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അവരുടെ സഹോദരനായ ബിന്യാമീൻ എന്ന 2 മക്കളുടെയും ഉമ്മ ഒരാളായിരുന്നു. അപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളിൽ പെട്ടതാണ് പ്രധാനപ്പെട്ട സന്താനം. മൊത്തത്തിൽ 12 സന്താനങ്ങൾ ഉണ്ടായിരുന്നു. ഇവരുടെ സന്താന പരമ്പരക്കാണ് ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരാണ് ഇസ്രായേൽ എന്ന്. അവരുടെ സന്താന പരമ്പരക്ക് ബനി ഇസ്രായേൽ എന്നും പറയുന്നു. ബനി ഇസ്രായേൽ എന്ന പേരിൽ ഒരു അധ്യായമുണ്ട്. സൂറത്ത് ഇസ്രായേൽ പറയുന്നത് ബനി ഇസ്രായേൽ എന്ന് കൂടിയുണ്ട്. അപ്പൊ ബനി ഇസ്രായേൽ എന്ന് പറയപ്പെടുന്നത് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളാണ്. ثم طلب يعقوب من خاله أن يسره ليمر إلى أهله فأذن له وأعطاه أغلاما كثيرة فرحل يعقوب إلى فلسطين. അങ്ങനെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മാതൃ സഹോദരന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി അനുവാദം ചോദിക്കുകയും തന്റെ കുടുംബത്തിലേക്ക് പോകാൻ അനുവാദം ചോദിക്കുകയും അങ്ങനെ സമ്മതം കൊടുത്തു. ധാരാളമായി വനമകളെ ആളുകളെയും സഹദിയായിട്ട് കൊടുത്തു. അങ്ങനെ തന്റെ കുടുംബങ്ങളോടൊത്തും അതുപോലെ തന്നെ സമ്പത്തുമെല്ലാം കൊണ്ടുപോയിക്കൊണ്ട് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫലസ്തീനിലേക്ക് പോയി. അവിടെ താമസിച്ചു. പിന്നെ മിസ്രിലേക്ക് പോയി. അങ്ങനെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനെ നിർത്തി രാജാധികാരം കിട്ടി. ഒരു ദീർഘമായ സംഭവമാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം. എന്താണ് അടുത്ത അധ്യായത്തിൽ വരും. അങ്ങനെ ആ സമയത്ത് എന്താണ് മിസ്രിലേക്ക് പോവുകയും അവിടെ വെച്ചാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായത്. അവിടെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. ഫലസ്തീൻ, പിന്നീട് എന്താണ് ഫലസ്തീനിലേക്ക് അദ്ദേഹത്തിന്റെ ജനാസ രണ്ടാമത് ഫലസ്തീനിലേക്ക് കൊണ്ടുവരികയും അൽ ഖലീൽ എന്ന് പറയുന്ന പട്ടണത്തിൽ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വയസ്സ് 144 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വയസ്സ്. മിസ്രിൽ താമസിച്ചത് 17 വർഷം മിസ്രിൽ താമസിച്ചു. ഇതാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ പറയപ്പെട്ട ആയത്തിന്റെ വിഷയത്തിൽ.
നേരത്തെ നമ്മൾ പറയപ്പെട്ടതുപോലെ നിരവധി അധ്യായങ്ങളിൽ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഇതൊക്കെ ആദ്യ ഭാഗം, ഒന്നാം ഭാഗം എന്നുള്ളത് കുറച്ച് മാത്രമാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സുകളിലൊക്കെ വിവരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് മുബാറക്കായ വെള്ളിയാഴ്ച ദിവസമാണ്. എല്ലാവരും സൂറത്തുൽ കഹ്ഫ് ഓതുക. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ, സൂറത്ത് ദുഹാൻ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين. السلام عليكم.